വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ രജനി ബിജു. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബായേ നമ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ അമൃതവാണികളെ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വായനയ്ക്ക് വിഷയമാകുന്നത് 2023 ജൂൺ ലക്കം മാസികയിൽ ഗുരുവൈദ്യം പങ്ക്തിയിൽ ഡോക്ടർ AV സുരേഷ് എഴുതിയ സാത്വിക ആഹാരത്തെക്കുറിച്ചുള്ള ലേഖനമാണ്. ഭാരതത്തിലെ മഹർഷി വര്യന്മാർ ആരോഗ്യവും ദീർഘായുസ്സും ഉള്ളവരായിരുന്നു. അങ്ങനെയുള്ള മഹാതപസ്വികളുടെ അന്തരംഗത്തിൽ നിന്ന് വന്ന അറിവുകളാണ് ആയുർവേദ യോഗാശാസ്ത്രങ്ങളെല്ലാം. ത്രികാലജ്ഞാനികളായ അവരുടെ ആഹാരത്തെക്കുറിച്ചുള്ള അറിവുകളും ഇപ്പോൾ ലോകശ്രദ്ധ ആകർഷിക്കുകയാണ്. യോഗിക് ഡയറ്റ് എന്നും യോഗ ഡയറ്റ് എന്നുമൊക്കെ ഇന്നറിയപ്പെടുന്ന ആഹാര രീതികൾ ആരോഗ്യമുള്ള ശരീരവും ശാന്തമായ മനസ്സും കൈവരിക്കുന്നതിന് സഹായിക്കുന്നത് തന്നെയാണ്. മനസ്സിന്റെ സാത്വിക ഗുണം വർദ്ധിപ്പിക്കുന്ന ആഹാരക്രമം ആയതുകൊണ്ട് സാത്വിക് ഡയറ്റ് എന്നും അറിയപ്പെടുന്നു. ഇന്ന് യുവജനങ്ങളിൽ കാണുന്ന വൈകാരിക അസന്തുലിത അവസ്ഥയ്ക്ക് യോഗിക് ഡയറ്റ് പരിഹാരമാകുന്നത് കൂടിയാണ്. അമിതമായ ഊർജം സിരകളിലേക്കും മാംസപേശികളിലേക്കും പ്രവഹിപ്പിക്കുന്ന മത്സ്യമാംസാദികൾ, പയർവർഗ്ഗങ്ങൾ, സവാള, വെളുത്തുള്ളി എന്നിവകൾ പരിപൂർണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ആഹാരക്രമമാണ് യോഗ ഡയറ്റ്. പ്രകൃതിദത്തവും ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉന്മേഷം പകരുന്നതുമായ ഭക്ഷ്യവിഭവങ്ങൾ മിതമായ അളവിൽ കഴിക്കുക എന്നതാണ് ഈ ആഹാര രീതിയിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. മത്സ്യമാംസങ്ങൾ ഒഴിവാക്കുന്നതിനൊപ്പം പാൽ ഉൽപ്പന്നങ്ങളും തേനും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലാക്ടോ വെജിറ്റേറിയൻ ഡയറ്റാണ് യോഗിക് ഡയറ്റ്. ചെറുനാരങ്ങാനീര് ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിച്ചുകൊണ്ടാണ് യോഗ ഡയറ്റ് പിന്തുടരുന്നവർ ഒരു ദിവസം ആരംഭിക്കുന്നത്. ചെറുനാരങ്ങ വൈറ്റമിൻ സി സമൃദ്ധമാണ്. അതുപോലെ കോശങ്ങളിൽ നിന്നും അവയവങ്ങളിൽ നിന്നും വിഷാംശങ്ങളെ പുറത്താക്കി ശുദ്ധീകരിക്കുന്നതും കോശങ്ങളുടെ ആരോഗ്യവും ആയുസ്സും നിലനിർത്തുന്നതും വർദ്ധിപ്പിക്കുന്നതുമാണ്. കോശങ്ങൾക്കുള്ളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാതെ അവയെ പചിപ്പിച്ച് ഊർജമായി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ, തേന്, നെയ്യ്, വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ, തേങ്ങ എന്നിവ സാത്വിക ആഹാരങ്ങൾ തന്നെയാണ്. യോഗിക് ഡയറ്റിന് 10ഓളം നിബന്ധനകൾ പറയുന്നുണ്ട്. ഇവയെല്ലാം തികഞ്ഞ ആഹാര രീതിക്ക് മാത്രമാണ് ഈ പേരിന് അർഹതയുള്ളൂ. ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയുടെ സന്തോഷത്തിനും സമാധാനത്തിനും സംതൃപ്തിക്കും കാരണമായി തീരുന്നതാണ് സാത്വിക ആഹാരം. ഭഗവത്ഗീത 17-ാം അധ്യായത്തിൽ 7-ാം പദ്യം ആഹാരപദാർത്ഥങ്ങളിലും സത്വ, രജോ, തമോ ഗുണങ്ങൾ ഉള്ളതായി പറയുന്നു. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി. എല്ലാവർക്കും പ്രിയങ്കരമായ ആഹാരം പോലും 3 തരമായി ഭവിക്കുന്നു. അതിൽ സാത്വിക ആഹാരത്തിന്റെ നിർവചനം 8-ാം പദ്യമായി പ്രത്യേകം പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ആയു സത്വബലാരോഗ്യം സുഖപ്രീതി വിവർധന രസ്യ സ്നിഗ്ധ സ്ഥിര ഹൃദ്യ ആഹാര സാത്വിക പ്രിയ. ആയുസ്, ഓജസ്, ബലം, ആരോഗ്യം, സുഖം, തൃപ്തി ഇവയെ വർദ്ധിപ്പിക്കുന്നതും രസമുള്ളതും എണ്ണമയമുള്ളതും പുഷ്ടികരങ്ങളായതും ഹൃദ്യവുമായ ആഹാരങ്ങളാണ് സാത്വികന്മാർക്ക് ഇഷ്ടമുള്ളത്. ഇപ്രകാരം ഗുണങ്ങളുള്ള ആഹാരമാണ് യോഗിക് ഡയറ്റ് എന്ന് പറയുന്നത്. 1. സാത്വിക ഗുണമുള്ളതായിരിക്കണം ഭക്ഷണം. വ്യക്തിയുടെ ശരീരം, മനസ്സ്, ആത്മാവ് ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും സന്തോഷത്തോടെയും നിലനിർത്താൻ സഹായിക്കുന്ന ശുദ്ധമായതും പഴക്കമില്ലാത്തതുമായ പഴങ്ങൾ, പച്ചക്കറികൾ, തേൻ, നെയ്യ്, വെണ്ണ, പാൽ എന്നിവ സാത്വിക ആഹാരങ്ങളാണ്. 2. പരിപൂർണമായും സസ്യാഹാരമായിരിക്കണം. രാസമാലിന്യങ്ങൾ ഇല്ലാത്തതും പറിച്ചെടുത്തിട്ട് 3 മണിക്കൂറിനുള്ളിൽ പാകപ്പെടുത്തിയതുമായ ആഹാരം ജീവകങ്ങളാലും ധാതുക്കളാലും ബയോഫ്ലവനോയിഡുകളാലും സമ്പന്നമായിട്ടുള്ള ആഹാരം സാത്വിക ഗുണദായകങ്ങൾ തന്നെയാണ്. ഇവ ശരീര അവയവങ്ങളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നതും
ജലാംശം അവയവങ്ങളിൽ നിലനിർത്താൻ സഹായകരമാകുന്നതും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതുമാണ്. മൃഗങ്ങളുടെ ആരോഗ്യത്തിനുള്ള കാരണം ഇലകളാണ്. 3. ജൈവ വിഭവങ്ങൾ ആയിരിക്കണം. ജൈവ വളങ്ങൾ ഇട്ട് വളർത്തിയെടുത്തതും രാസവിഷങ്ങൾ ഇട്ട് കീടങ്ങളെ ഒഴിവാക്കിയെടുത്തതുമല്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ ആയിരിക്കണം. രാസപദാർത്ഥങ്ങൾ ചേർത്ത കാലിത്തീറ്റയും അവയിട്ട് വളർത്തിയെടുക്കുന്ന പുല്ലുകളും ഒക്കെ കൊടുത്തുണ്ടാക്കിയ പാലും പാലുൽപ്പന്നങ്ങളും സാത്വികമായിരിക്കില്ല. 4. പുതിയതും ശുദ്ധവുമായിരിക്കണം. ഭക്ഷണം ഉണ്ടാക്കിയാൽ ഉടനെ കഴിക്കുക. 3 മണിക്കൂറിനുള്ളിൽ കഴിക്കുകയും വേണം. പഴകിയ ആഹാരം ജൈവരീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണെങ്കിലും അതിൻ്റെ സാത്വിക ഭാവം നഷ്ടപ്പെട്ടിരിക്കും. 5. ഭക്ഷണം കൃത്യസമയത്ത് തന്നെ കഴിക്കുക. പ്രഭാത ഭക്ഷണവും പ്രാതലും അത്താഴവും ഒക്കെ എന്നും ഒരേ സമയത്ത് കൃത്യമായി കഴിക്കാനുള്ള ശ്രദ്ധ കാണിക്കണം. രാവിലെ 8 മണിക്ക് തന്നെ കൃത്യമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ശീലിച്ചാൽ കുടലുകളുടെ പ്രവർത്തന മികവ് ദീർഘനാൾ നിലനിർത്തപ്പെടും. ശരിയായി ദഹനരസങ്ങൾ സ്രവിച്ച് ദഹനം നല്ല രീതിയിൽ നടക്കുവാൻ ഇടവരും. ഓരോ വ്യക്തിക്കും സൗകര്യമായ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. 6. വ്യായാമം, യോഗ എന്നിവയ്ക്ക് 3 മണിക്കൂർ മുമ്പായി ആഹാരം കഴിക്കണം. ആഹാരം കഴിച്ച് 3 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ യോഗയോ വ്യായാമമോ ചെയ്യുവാൻ പാടുള്ളൂ. ഉപവാസം കൃത്യമായ ഇടവേളകളിൽ എടുക്കുക. ആഴ്ചയിൽ ഒരു ദിവസം പഴങ്ങൾ, ജ്യൂസ് എന്നിവ കഴിച്ചുകൊണ്ടോ ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെയോ വെള്ളം അല്ലെങ്കിൽ കരിക്കിൻ വെള്ളം മാത്രം കഴിച്ചുകൊണ്ടോ ഉപവാസം എടുക്കുന്നത് ശരീര, മനസ്സ്, ആത്മാവ് എന്നിവയുടെ സാത്വിക ഗുണം തീർച്ചയായും വർദ്ധിപ്പിക്കും. 8. മദ്യം, കാപ്പി, ചായ എന്നിവയുടെ ഉപയോഗം വേണ്ട. ഇവ രജോ തമോ ഗുണങ്ങളെ വർദ്ധിപ്പിക്കുന്നതും സാത്വികാംശം പരിപൂർണമായി ഇല്ലാതാക്കുന്നതും പല കുഴപ്പങ്ങളിലും എത്തിക്കുന്നതുമാണ്. 9. അഹിംസ പാലിക്കുക. ഹിംസാത്മകമായ ചിന്തകളും പ്രവൃത്തികളും ഒഴിവാക്കുന്നതിനാണ് മത്സ്യമാംസങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അനുകമ്പാ ദശകവും ജീവകാരുണ്യ പഞ്ചകവും ഒക്കെ സാത്വിക ബോധം വർദ്ധിപ്പിക്കുന്നതാണ്. ജീവികൾക്ക് വെള്ളവും ആഹാരവും നൽകുന്നതും ചെടികൾ വച്ചു പിടിപ്പിക്കുന്നതും അവയ്ക്ക് വെള്ളവും വളവും നൽകുന്നതുമൊക്കെ അഹിംസയുടെ ഭാഗമാണ്. 10. ചിന്തകളെ നിയന്ത്രിക്കുക. ദ്രോഹചിന്ത, ദുഷ്ടചിന്ത, അസൂയ, കുശുമ്പ്, വെറുപ്പ്, വിദ്വേഷം എന്നിവ മനസ്സിൽ ഉടലെടുക്കുമ്പോൾ തന്നെ അത് നിയന്ത്രിച്ച് സത്ചിന്തകളിലേക്ക് തിരിച്ചുവിടുക. പ്രാർത്ഥന, യോഗ, വ്യായാമം എന്നിവ സത്ചിന്തകൾ നിലനിർത്താൻ സഹായകരമാകുന്നതാണ്. സാത്വിക ഭക്ഷണം ചിന്തകളെ നിയന്ത്രിക്കാനും സത്ചിന്തകൾ ഉടലെടുക്കാനും സഹായകരമാകുന്നവയാണ്. രാജസ ഭക്ഷണം അതിയായ എരിവ്, പുളി, ഉപ്പ്, ചൂട്, തീഷ്ണത എന്നിവയോട് കൂടിയതും തീരെ എണ്ണമയമില്ലാത്തവയും ദഹിക്കാൻ പ്രയാസമായവയും ദുഃഖത്തെയും ശോകത്തെയും രോഗത്തെയും ഉണ്ടാക്കുന്നതുമായ ആഹാര പദാർത്ഥങ്ങൾ രാജസ സ്വഭാവമുള്ളതും അത്തരക്കാർക്ക് ഇഷ്ടമുള്ളതും ആകുന്നു എന്നാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അധ്യായം 17, ശ്ലോകം 9. കഡ്വമ്ല ലവണാത്യുഷ്ണ തീഷ്ണ രൂക്ഷ വിദാഹിന ആഹാര രാജസസ്യേഷ്ട്യ ദുഃഖ ശോകാമയപ്രദ. മദ്യവും മയക്കുമരുന്നും ഉഷ്ണ തീഷ്ണ ഗുണങ്ങളോട് കൂടിയവയായതിനാൽ ശരീരത്തിനുള്ളിൽ ചെന്നാലുടൻ അതിൻ്റെ പ്രഭാവം പ്രകടിപ്പിച്ചു തുടങ്ങും. തന്മൂലമുണ്ടാകുന്ന പ്രവൃത്തികൾ ദുഃഖത്തെയും ശോകത്തെയും കോപത്തെയും ഒക്കെ ജനിപ്പിക്കുന്നതുമാണെന്ന് കാണാം. ഇനി താമസ ഭക്ഷണം എന്താണെന്ന് നോക്കാം. പാകം ചെയ്തിട്ട് അധിക സമയം കഴിഞ്ഞിട്ടുള്ളതും സ്വാദ് നഷ്ടപ്പെട്ടതും ദുർഗന്ധമുള്ളതും ദിവസങ്ങൾ കഴിഞ്ഞതും എച്ചിൽ അവശിഷ്ടമായി മാറിയതും തിന്നാൻ കൊള്ളാത്തതുമായ ആഹാരം താമസഭാവങ്ങളെ ഉണർത്തുന്നതും താമസ പ്രകൃതികൾക്ക് പ്രിയപ്പെട്ടതുമാകുന്നു. ഭഗവത്ഗീത അധ്യായം 17, ശ്ലോകം 10. യാതയാമം ഗതരസം പൂതി പര്യൂഷിതം ചയത് ഉച്ഛിഷ്ടം മഭിചാമേദ്യം ഭോജനം താമസപ്രിയം. ഇന്ന് സാത്വിക പ്രധാനമായ ആഹാരം കഴിക്കുന്നവരുടെ എണ്ണം വിരളമാണ്. ഗർഭാവസ്ഥയിൽ പോലും രാജസ താമസ പ്രധാനമായ ആഹാരമാണ് ശീലിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ രോഗികളായോ രോഗങ്ങൾക്കുള്ള അടിസ്ഥാനം ഇട്ടുകൊണ്ടോ വൈകാരിക അസമത്വത്തോടെയാണ് ജനിക്കുന്നത്. അമിത വികൃതികളായ കുട്ടികൾ കൂടുതൽ ജനിക്കുന്നതും നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഇതിനൊക്കെ പ്രധാന കാരണമായി തീരുന്നത് ഗർഭകാല ഭക്ഷണശീലവും മാനസിക സംഘർഷങ്ങളുമാണ്. പോഷക സമൃദ്ധമായ സാത്വിക ഭക്ഷണമാണ് ഗർഭകാലത്തിന്
അനുയോജ്യം എന്ന സത്യം പറഞ്ഞു കൊടുക്കാൻ അറിയുന്ന മുത്തശ്ശിമാർ ഇല്ലാതായി വരുന്നതും പ്രശ്നമാണ്. ആഹാരം കഴിക്കുന്നത് ശരീരത്തിന്റെ നിലനിൽപ്പിനും പോഷണത്തിനും അത്യാവശ്യമാണെന്ന് നമുക്കറിയാവുന്നതുപോലെ തന്നെയാണ് മനസ്സിന്റെ ആരോഗ്യത്തിനും ശാന്തമായ ഇടപെടലുകൾക്കും കാരണമാകുന്നു എന്നതും. ഇത് പക്ഷെ അധികമാർക്കും ബോധ്യപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. ആട്ടിറച്ചിയും മുട്ടയും ഒക്കെ വിളമ്പുന്ന ദിവസം തടവുകാരുടെ ലൈംഗിക വികാരങ്ങൾ വർദ്ധിച്ച് അക്രമ സംഭവങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതായി വായിച്ചത് ഓർക്കുന്നു. കഴിക്കുന്ന ആഹാരം ഇന്ദ്രിയങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നതും പ്രകോപിപ്പിക്കുന്നതും ഒക്കെ ആണെങ്കിൽ അത് ശീലമാകുമ്പോൾ കഴിക്കുന്നവരുടെ വ്യക്തിത്വത്തിന് അത് പ്രത്യേക ചായ്വുകളും ചരിവുകളും ഉണ്ടാക്കി കൊടുക്കും. പിന്നീട് അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമായും വരുന്നു. ചിലർക്ക് പയർവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ മുതലായവ കഴിച്ചാൽ വായു ക്ഷോഭിക്കുമെന്നറിയാമെങ്കിലും അവ വേണ്ടെന്ന് വയ്ക്കാൻ കഴിയില്ല. വയറ്റിൽ അൾസർ ഉള്ളവർ എരിവും പുളിയും കഴിക്കരുതെന്ന് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അച്ചാറും ഇഞ്ചിപ്പുളിയും വേണ്ടതിലധികം കഴിച്ച് വയറുവേദനയുമായി കഷ്ടപ്പെടുകയും ചെയ്യും. കോഴിമുട്ടയും കോഴിയിറച്ചിയും കഴിച്ചാൽ രക്തം പോകുന്ന അർശസ് രോഗികളെ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് അതിലുള്ള പ്രിയം നഷ്ടപ്പെടുന്നില്ല. കടുപ്പത്തിൽ ചായയോ കാപ്പിയോ കഴിച്ചില്ലെങ്കിൽ കടുത്ത തലവേദന മൂലം കഷ്ടപ്പെടുന്നവർ ആയിരക്കണക്കിനുണ്ട് നമുക്ക് ചുറ്റും. ഇങ്ങനെ നിരീക്ഷിച്ചാൽ നാവിന്റെ രസത്തെയും കണ്ണിന്റെ തൃപ്തിയെയും മൂക്കിന്റെ ഗന്ധത്തെയും തൃപ്തിപ്പെടുത്തുന്ന ആഹാരങ്ങളിലാണ് ബഹുഭൂരിപക്ഷം പേർക്കും താല്പര്യമെന്ന് കാണാം. അങ്ങനെയുള്ളവയെല്ലാം രാജസ താമസ ഭാവങ്ങളെ പോഷിപ്പിക്കുന്ന ആഹാരമായതുകൊണ്ടാണ് അവ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി രോഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് സാത്വിക പ്രധാനമായ പഴങ്ങൾ, പച്ചക്കറികൾ, ഇലകൾ, ശുദ്ധമായ പാല്, തേൻ, നെയ്യ്, വെണ്ണ, വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ, ചെറുധാന്യങ്ങൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ അമാന്തിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഗുരുസാഗരം മാസിക വായിക്കാനും വരിക്കാരാവാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവുന്നതാണ്. ഗുരുസാഗരം മാസിക ഇപ്പോൾ ഓൺലൈനായും ലഭ്യമാണ്. www.gurusagaram.com എന്ന വെബ്സൈറ്റിൽ മാസിക വായന ആസ്വദിക്കാവുന്നതാണ്. പുതിയ വിഷയങ്ങളുമായി അടുത്തയാഴ്ച കാണാം. നമസ്തേ.